അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചരിത്രം നിങ്ങൾക്കറിയാം, UPSC പോലെ തന്നെ 10+2 ആണ്, 12 മാർക്കാണ് ഇവിടെ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ മൊത്തം നോക്കിയിട്ട് നമുക്ക് ഏകദേശം എത്രത്തോളം ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, ഏകദേശം കട്ട് ഓഫ് എന്തായിരിക്കും ഓരോ ജില്ലയിൽ എന്നുള്ള നമുക്ക് പറയാം. ആ രീതിയിൽ ആ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു ആസ്പിരന്റിന് എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്നില്ല. കാരണം ആ ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് LPSIക്ക്. ഹായ്, അപ്പോൾ LPSA അല്ലെങ്കിൽ LPST പരീക്ഷ നിങ്ങൾ വിചാരിച്ച ആ ഒരു രീതി കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിലായിരിക്കും പല ആളുകൾ ഉണ്ടാവുക. അപ്പം വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളോട് ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. കാരണം NCA റിക്രൂട്ട്മെന്റുകളിലൊക്കെ ഹയർ സെക്കൻഡറി എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പ്രത്യേകിച്ച് കെമിസ്ട്രിയിലാണ് അവിടെയൊക്കെ വന്നത്. ഇവിടെ ഫിസിക്സിൽ കൂടുതൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് വിഷയങ്ങൾ ഹയർ സെക്കൻഡറി ചോദ്യങ്ങൾ കടന്നു വരുന്നു. ആ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ വിജയത്തെ അത് ഒരു വിധത്തിലും പ്രശ്നമാക്കില്ല. കാരണം എന്താണ്, അവിടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന മാർക്കുകളാണ് പ്രശ്നം. നിങ്ങൾ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് മാർക്ക് നേടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം LPSAയുടെ കട്ട് ഓഫ് 80-90 അല്ലല്ലോ, അല്ലേ? നമ്മൾ ആ ഒരു ചോദ്യം ഇപ്പൊ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വന്ന ഒരു 10 ചോദ്യം, ആ 10 ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി 90 നിങ്ങൾക്ക് മത്സരിക്കാം. ആ 90 മത്സരം എന്ന് പറയുന്നത് അത് എങ്ങനെ മത്സരിക്കണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് ഹയർ സെക്കൻഡറി നിങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി ഈ പറയുന്ന ചാപ്റ്ററുകളൊക്കെ കൃത്യമായി പഠിച്ചാൽ മതി എന്നുള്ളത് ബ്ലൂ പ്രിന്റിലൊക്കെ വിശദമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ബ്ലൂ പ്രിന്റ് ബേസ്ഡ് ആയിട്ട് തന്നെ LPയിലും UPയിലൊക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് മാത്രം, അതായത് ഹയർ സെക്കൻഡറി നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ നേടാൻ പാകത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ബാക്കിയുള്ള തീർത്തും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്നാലും വിഷമിക്കുകയും വേണ്ട. കാരണം സയൻസുകാർ മുഴുവൻ കൊണ്ടുപോകുന്നു എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. സയൻസുകാർക്കും കിട്ടൂല. കാരണം സയൻസുകാർക്ക് കിട്ടും എപ്പോൾ ഈ പറഞ്ഞ 10ാം ക്ലാസ് വരെയുള്ള സിലബസിൽ നല്ല ഹയർ ലെവൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് അത് അഡ്വാൻറ്റേജ് ആവും. പക്ഷെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സയൻസ് പഠിച്ചവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതായത് ഈ +2 സയൻസ് പഠിച്ചവനും ഹയർ സെക്കൻഡറി പഠിച്ച കാര്യങ്ങളൊന്നും ഒരാൾക്കും പിന്നീട് വലിയൊരു ധാരണയൊന്നും ഉണ്ടാവില്ല എന്നുള്ള സത്യം. അതായത് നിങ്ങൾ മറ്റു വിഷയക്കാർ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ പഠിച്ചാലാണ് അവർക്ക് വീണ്ടും അത് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥ രീതി. അതേസമയം മറ്റു വിഷയങ്ങൾ പഠിച്ച ആളുകളെ സംബന്ധിച്ച് ഹയർ ലെവൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ, ഹയർ സെക്കൻഡറിയിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഗുണകരമാണ്. അത് അവർക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ് വസ്തുത. കാരണം അങ്ങനെ മറന്നു പോവില്ല ഫാക്ട്സുകൾ. അതേസമയം ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ആ ഒരു സയൻസിന്റെ രീതി അങ്ങനെയാണ്. ഡെറിവേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ലെവൽ സാധനങ്ങൾ, പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരു സാധനങ്ങളായതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഓർമ്മയുണ്ടാവുന്നല്ലാതെ പിന്നീട് അത് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അത് പഠിച്ചവർക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. അത് കിട്ടണമല്ലോ. ഓക്കെ, അല്ലാത്തൊരാൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അവരങ്ങ് നേടിപ്പോകും എന്നുള്ളൊരു പേടിയൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട, ഒരാൾക്കും കിട്ടൂല. കാരണം നിങ്ങൾ കണ്ടതാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ തയ്യാറാക്കാൻ അല്ലെ നമ്മളടക്കമുള്ള എല്ലാ അധ്യാപകരും അതേപോലെ തന്നെ ഏതൊരു ഇതിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആൻസർ കീ തയ്യാറാക്കാൻ എടുത്ത സമയവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അധ്യാപകർക്ക് പോലും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ടത്? അപ്പൊ അവിടെ നിങ്ങൾ കുറെ നെഗറ്റീവ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഇല്ല എങ്കിൽ ഒരു വിധത്തിൽ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ള തുടക്കം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. ഹയർ സെക്കൻഡറി അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അല്ലാത്തതിൽ ഒരു ടെൻഷനും വേണ്ട, എത്ര ചോദ്യങ്ങൾ വന്നാലും എന്നുള്ളത് പറഞ്ഞു തന്നതാണ്. അപ്പൊ അതൊക്കെ പാലിച്ച ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചരിത്രം നിങ്ങൾക്കറിയാം, UPSC പോലെ തന്നെ 10+2 ആണ്, 12 മാർക്കാണ് ഇവിടെ നമുക്ക് ഉണ്ടാവുക. ആ 12 മാർക്കിൽ അവിടെ ചോദിച്ച പോലെ തന്നെ ഇവിടെയും 10ഉം 2 കറണ്ട് അഫയേഴ്സും തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ICHR-ഉം ICHR-ന്റെ ചെയർമാനും അതേപോലെ തന്നെ ചരിത്രകാരി R ചമ്പകലക്ഷ്മിയെ കുറിച്ചുള്ള 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, ബാക്കിയുള്ള 10 ചോദ്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് വന്നു. അപ്പൊ അവിടെ കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മൊത്തം വന്ന 12 ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെയാണ് സയൻസ് ഇങ്ങനെ വരുന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ബ്ലൂ പ്രിന്റ് എടുത്ത് നോക്കിയേ. ബ്ലൂ പ്രിന്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 9 സ്റ്റാർ, 8 സ്റ്റാർ, 7 സ്റ്റാർ, 6 സ്റ്റാർ ടോപ്പിക്കൽ ഭൂരിഭാഗം എന്താണ്, ബാക്കിയുള്ള ഏരിയ ആണ്. കാരണം അവിടെയുള്ള 19 മാർക്ക് അത് മുഴുവനായിട്ട് ഇങ്ങ് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്ലൂ പ്രിന്റ്. നോക്ക് നിങ്ങൾ, എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ച ഏരിയയിൽ തന്നെയാണ്. നിങ്ങളോട് ചാപ്റ്റർ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ് 2ാം ചാപ്റ്റർ പഠിച്ചാൽ 2 ചോദ്യം കിട്ടും, 2 പരീക്ഷ 2 ചോദ്യം കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഓരോന്നും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ ഏരിയ എന്നുള്ള സാധനം. ഇത് പഠിച്ചാൽ മതി, നിങ്ങൾ ഇവിടെ ഹയർ സെക്കൻഡറിയിലേക്ക് ഒന്നും പോകണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി കോൺഫിഡൻസോട് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതേപോലെ പാലിച്ചവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ 6 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, ഒരു 4 ക്വസ്റ്റ്യൻസ് ആവറേജ് ആണ്, ഒരു 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫ് എന്ന് പറയാൻ പറ്റില്ല, എബോ ആവറേജ് എന്നുള്ള ലെവലിൽ പെടുത്താവുന്ന ചോദ്യങ്ങളായിരുന്നു എന്ന് മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നെ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സമൂഹശാസ്ത്രം, ഇതെല്ലാം കൂടെ 5+2 കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ 7 മാർക്കിനാണ് നിങ്ങളുടെ സിലബസിൽ ഉള്ളത്.
അതിൽ ഈ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഒരൊറ്റ ചോദ്യം പോലും ചോദിച്ചില്ല. ഒന്നാം ഘട്ടത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 2 ചോദ്യം ഇവിടുന്നു, ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും ഓരോ ചോദ്യവും വീതം, അങ്ങനെ 5 ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഭൂമിശാസ്ത്രം 2 വന്നു, രാഷ്ട്രതന്ത്ര ശാസ്ത്രം 2 വന്നു, സമൂഹശാസ്ത്രം 1 വന്നു, സാമ്പത്തിക ശാസ്ത്രം ടച്ച് ചെയ്തില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ചോദ്യങ്ങൾ വന്ന് തീർത്തും നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചാപ്റ്ററുകൾ തന്നെയാണ്. അന്തരീക്ഷപാളി അല്ലെ പഠിക്കാൻ പറഞ്ഞല്ലേ, ആ ഒരു ചാപ്റ്റർ മാത്രം പഠിക്കാൻ പറഞ്ഞാണ്, പഠിച്ചിട്ടുണ്ടാവും, മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഏറ്റവും ഇമ്പോർട്ടന്റ് 3 ചാപ്റ്ററുകൾ ഉണ്ടെന്നും അതിൽ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതാണ് നിങ്ങളോട് അല്ലെ. അവിടെ തന്നെയാണ് ചോദ്യം 2 വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സമൂഹശാസ്ത്രം, ഇതൊക്കെ പറഞ്ഞ അതേ ചാപ്റ്ററിൽ നിന്നാണ്, അധികം ഒന്നും പഠിക്കാതെ ഒരു പ്രശ്നമില്ലാതെ അവിടെ നിന്നുള്ള 19 നമുക്ക് 15 മാർക്കാണ് അതിൽ SCERT അല്ലെങ്കിൽ ആ ഒരു സിലബസ് ഏരിയ എന്ന് പറഞ്ഞു വരുന്നു. ബാക്കി 4 കറണ്ട് അഫേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ 15ഉം 4 19 മാർക്കാണ് അവിടെ കിട്ടുക. കറണ്ട് അഫേഴ്സ് 2 മാർക്ക് വന്നത് അവിടെ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ചേർത്ത സംസ്ഥാനം ഏതെന്നുള്ള ചോദ്യം, പിന്നെ വനിതാ പ്രാതിനിധ്യം കൂടുതലുള്ള നിയമസഭ ഏതെന്നുള്ള ചോദ്യവും കറണ്ട് അഫേഴ്സിലായിരുന്നു. ബാക്കിയുള്ളത് എന്താണ് 5 ചോദ്യങ്ങളും. അങ്ങനെ 7 ചോദ്യങ്ങൾ ഇവിടെ വന്നതിൽ 2 ഈസിയാണ്, 3 ആവറേജ് ആണ്, 2 അത്യാവശ്യം നിലവാരമുള്ള, പ്രത്യേകിച്ചും ഈ എന്താണ് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ എബോ ആവറേജ് ലെവലുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണെങ്കിൽ ടഫ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് ഇവിടത്തെ ഒരു വേർതിരിവ് വരിക. ഓക്കെ, അങ്ങനെ മൊത്തം നോക്കിയിട്ട് നമുക്ക് ഏകദേശം എത്രത്തോളം ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, ഏകദേശം കട്ട് ഓഫ് എന്തായിരിക്കും ഓരോ ജില്ലയിൽ എന്നുള്ള നമുക്ക് പറയാം. ദെൻ ഭൗതിക ശാസ്ത്രത്തില് 7+2 9 മാർക്കാണ് സിലബസിലുള്ളത്. 2 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ, അതേപോലെ തന്നെ 2 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വന്നു. ബഹിരാകാശ ഗവേഷണം എടുത്ത് പറഞ്ഞതാണ് നിങ്ങളോട് അല്ലെ, 2 ഏരിയയിൽ വരും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ എവിടെയും ഭൗതിക ശാസ്ത്രത്തിലും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവിടുന്ന് കറണ്ട് അഫേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 2 ഘട്ടത്തിലും 2 വീതം ചോദ്യങ്ങളാണ് കറണ്ട് അഫേഴ്സ് വന്നിട്ടുള്ളത്. അപ്പൊ മൊത്തം ഇവിടെ 9 മാർക്കിന്റെ ചോദ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈസി ചോദ്യങ്ങൾ എന്ന് പറയാവുന്ന ഒരു ഒറ്റ ചോദ്യം പോലും ഇല്ല. ആവറേജ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ്, ബാക്കി 7 ക്വസ്റ്റ്യൻസും എബവ് ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നതായിരുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത്, ഭൗതിക ശാസ്ത്രം അല്ലെ. ഫിസിക്സിന്റെ ഏരിയ ആണ് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും വിഷമിപ്പിച്ചത്. കാരണം കൂടുതൽ ചോദ്യങ്ങൾ എവിടെ തന്നെയായിരുന്നു, ഹയർ സെക്കൻഡറി നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഹയർ സെക്കൻഡറി എന്ന് വിചാരിക്കുന്ന ചില ചോദ്യങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ 9ലും 10ലും ഒക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ്, അതിന്റെ ഒരു ഡെപ്തിൽ ഇൻഡെപ്തിൽ പഠിച്ച ആളുകൾക്ക് മാത്രമാണ് അത് അവിടെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 9 മാർക്കിന്റെ സ്ഥിതി ഇതാണ്. 7 വളരെ ടഫ് ആയിരുന്നു. ദെൻ കെമിസ്ട്രിയുടെ കാര്യം 7+2 9 മാർക്കാണ്. അതിൽ 2 മാർക്കിനുള്ള കറണ്ട് അഫേഴ്സ് ഇല്ലായിരുന്നു, കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഇല്ലായിരുന്നു. 9 മാർക്കും കെമിസ്ട്രി എന്നുള്ള ചോദ്യങ്ങൾ തന്നെ വന്നു. അതിൽ 2 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു, 2 ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്, 5 അത്യാവശ്യം എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഫിസിക്സിന്റെ പിറകിലായിട്ട് കെമിസ്ട്രിയും ടഫായി. പക്ഷെ കെമിസ്ട്രി ഒരുവിധം അത്യാവശ്യം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷെ കുറച്ച് ഗുണകരമാവുന്ന രീതിയിലുള്ള ചില കോമൺ PSC ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ടഫ് 5 എന്നുള്ളതിൽ ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ട് പലർക്കും വന്നിട്ടുണ്ടാവില്ല. അവർ മറ്റു പരീക്ഷകൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കെമിസ്ട്രിയിലെ സ്ഥിതി. ദെൻ ജീവശാസ്ത്രത്തിലെ സ്ഥിതി 6+2 8 മാർക്കാണ് ഉള്ളത്. അവിടെ 2 കറണ്ട് അഫേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ, ബേർഡ് ഐ ചില്ലി, പിന്നെ അൽഷിമേഴ്സ് ഡേ എങ്ങനെ കറണ്ട് അഫേഴ്സ് ആവുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ അല്ലെ. ഞങ്ങളോട് പറഞ്ഞാണ് ദിനാചരണങ്ങൾ പഠിക്കാൻ കണ്ടൽ ദിനം ചോദിച്ചത് അല്ലെ. അതെന്താണ്, ആ രീതിയിൽ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. അത് ഓരോ വർഷവും ആചരിക്കുമല്ലോ, അപ്പൊ അത് ഓരോ വർഷത്തെയും കറണ്ട് അഫേഴ്സ് ചോദ്യമായിട്ട് വേണം ചോദിക്കാം. അതേപോലെ കണ്ടൽ ദിനം വന്നപ്പോൾ ഇതേപോലെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ദിനങ്ങളും പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അൽഷിമേഴ്സ് ഡേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈസി 2 ചോദ്യങ്ങൾ, ആവറേജ് 2 ചോദ്യങ്ങൾ, ദെൻ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു 4 ക്വസ്റ്റ്യൻസ്. അബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു 4ഓളം ക്വസ്റ്റ്യൻസ്. അപ്പോൾ സയൻസ് ആണ് മൊത്തത്തിൽ പൊതുവെ എന്ത് ചെയ്തത്, ഇവിടെ ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ പല ആളുകളും നമുക്കറിയാം എന്താണ്, ചരിത്രം പഠിച്ച ആളുകൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പഠിച്ച ആളുകളെ സംബന്ധിച്ച് സയൻസ് പഠിച്ചെടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സയൻസ് പഠിച്ച ആളുകളെ സംബന്ധിച്ച് ചരിത്രം പഠിക്കാനുള്ളത് ഇവരുടെ അത്ര ബുദ്ധിമുട്ടല്ല. ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇവരുടെ അത്ര ബുദ്ധിമുട്ട് ആയി വരില്ല. അതുകൊണ്ട് തന്നെ സയൻസ് ചോദ്യങ്ങൾ കൂടുതൽ വരുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് സയൻസ് പഠിച്ചവർ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു അഡ്വാൻറ്റേജ് കെമിസ്ട്രിയിൽ കിട്ടും, ആ ഒരു അഡ്വാൻറ്റേജ് കെമിസ്ട്രിയിലും ജീവശാസ്ത്രത്തിലും കിട്ടും. പക്ഷെ ഫിസിക്സിൽ ആ അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടില്ല, സയൻസ് പഠിച്ചവർക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേടി ആർക്കും വേണ്ട, ടെൻഷൻ അടിക്കുകയേ വേണ്ട കേട്ടോ. ഓക്കെ, ദെൻ മാത്സ് 15 മാർക്കിന്റെ മാത്സിൽ 4 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു 5 ഒരു 6 ക്വസ്റ്റ്യൻസ് എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള ഒരു 6ഓളം ചോദ്യങ്ങൾ മാത്സിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ഒരു സ്ഥിതി. ദെൻ സൈക്കോളജിയിൽ 20 മാർക്കിൽ 7 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു, ഒരു 6 ക്വസ്റ്റ്യൻസ് ആവറേജ് ആണ്. ദെൻ 7 ക്വസ്റ്റ്യൻസ് ഒരു ടഫ് അല്ലെങ്കിൽ എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ സൈക്കോളജിയും എന്ത് ചെയ്തു, UPSAനേക്കാളും കുറച്ചുകൂടെ എന്തായി, ടഫ് ആയി എന്നുള്ളതാണ്. അതായത്
ഇതൊരു HSA ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറായി മാറി. എന്തിന്റെ കാര്യം നോക്കുമ്പോൾ, നമ്മുടെ സയൻസ് വിഷയങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഒരു HSA സ്റ്റാൻഡേർഡിലേക്ക് അവിടെ ഒന്ന് കടന്നുപോയി എന്നുള്ളതാണ് LPSA പരീക്ഷയിൽ. അതായത് UPSA പരീക്ഷേനേക്കാളും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറായി എന്തിൻ്റെത് മാറി, LPSAയുടേത് മാറി. ഓക്കെ, ദെൻ ഇംഗ്ലീഷിന്റെ 10 മാർക്കിൽ 4 ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്, ആവറേജ് ഒരു 4 ക്വസ്റ്റ്യൻസ്. ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്നത്, ടഫ് എന്ന് പറയാൻ പറ്റില്ല, എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇംഗ്ലീഷ് താരതമ്യേന എളുപ്പമായിരുന്നു. ദെൻ മലയാളം 10 മാർക്കിൻ്റെത് ഈസി 3 ക്വസ്റ്റ്യൻസ് ആണ്, ആവറേജ് 3 ക്വസ്റ്റ്യൻസ്. ഒരു അബവ് ആവറേജ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന, ടഫ് എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അപ്പം ആ രീതിയിലാണ് മലയാളത്തിന്റെ സ്ഥിതി വന്നത്. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ UPSAയുടെ ചെയ്ത കാര്യമാണ്. ഓക്കെ, അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ UPSAയുടെ ചെയ്തത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ സോഷ്യൽ സയൻസ് മൊത്തം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 19 മാർക്കാണ്. അവിടെ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് അടക്കം 19 മാർക്കാണ്. ആ 19ൽ 8 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു, 7 ചോദ്യങ്ങൾ ആവറേജ് ആയിരുന്നു, ഒരു 4 ചോദ്യങ്ങൾ എന്തായിരുന്നു, ടഫ് ആയിരുന്നു. അത് UPSAയെ സംബന്ധിച്ച് ഒരു 3 ചോദ്യങ്ങളായിരുന്നു ടഫ്. ഓക്കെ, ദെൻ ബേസിക് സയൻസിന്റെ കാര്യം നോക്കിയേ. ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഇവിടെ 4 ചോദ്യങ്ങൾ ഈസി, 6 ചോദ്യങ്ങൾ ആവറേജ്, 16 ചോദ്യങ്ങൾ എന്താണ്, ടഫ്. അപ്പോൾ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് 16 ചോദ്യങ്ങൾ ബേസിക് സയൻസിൽ. അവിടുത്തെ 26 മാർക്കിൽ അല്ലെ 16 ചോദ്യങ്ങൾ എന്താണ്, ടഫാണ്. അത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. അത് UPSA എന്നുള്ള നല്ല വ്യത്യാസം. UPSAയിൽ അത് 10 ആണെങ്കിൽ ഇവിടെ അതെന്താണ് 16 ആയിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ദെൻ മാത്സിന്റെ കാര്യം നോക്കിയാൽ നിങ്ങൾ, മാത്സ് 4, 5, 6 എന്നുള്ളതാണ് ടോട്ടൽ. അത് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ചെറിയൊരു വ്യത്യാസം, ഒരു ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് അധികം ഇവിടെ വന്നു. സൈക്കോളജിയിലെ വ്യത്യാസം നോക്കി നിങ്ങൾ, 7 ഈസി, 6 ആവറേജ്, ദെൻ 7 എബോവ് ആവറേജ്. അവിടെ 6 അത്യാവശ്യം നിലവാരമുള്ളത്, അത് ഒരു എബോ ആവറേജ് കാറ്റഗറി മാത്രമായിരുന്നു. പക്ഷെ ഇവിടുത്തെ 7 എന്ന് പറയുന്നത് ഒരു ടഫ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് സൈക്കോളജിയിൽ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ദെൻ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ 4, 4, 2 എന്നുള്ളതാണ്. അത് UPSAയിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ടഫ് ആയിരുന്നു. അവിടത്തേക്കാളും കുറച്ച് ടഫ്നെസ് കുറയുകയാണ് എന്തിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ദെൻ മലയാളം ഏകദേശം അതേ നിലവാരമൊക്കെ തന്നെയാണ്, 3, 3, 4. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 30 എണ്ണം, ഒരു 33 എണ്ണമായിരുന്നു UPSAയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ 30 എണ്ണമായിട്ട് കുറഞ്ഞു. ദെൻ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യങ്ങൾ അത് UPSAയിൽ 34 ഉണ്ടായിരുന്നത് LPSAയിൽ അത് 31 ആയിട്ട് കുറഞ്ഞു. അതേസമയം അബോവ് ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യങ്ങൾ UPSA പരീക്ഷയിൽ 33 മാത്രമായിരുന്നത് ഇവിടെ ഒരു 39 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അതായത് എബോ ആവറേജ് ആൻഡ് ടഫ്, അതും കൂടുതലും നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ. ഇവിടെയുള്ളത് 33 അധികം എബോ ആവറേജ് അല്ലെങ്കിൽ അധികം ടഫ് എന്ന് പറയാവുന്നതിന്റെ എണ്ണം കുറവായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ എബോ ആവറേജിന് കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ 39ഓളം ചോദ്യങ്ങൾ എന്തായി, വളരെ ടഫായി മാറി എന്നുള്ളതാണ്. അപ്പോൾ UPSAയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സീരിയസ് ആസ്പിരന്റ്, അത്യാവശ്യം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുള്ള ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി, അദ്ദേഹം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയാൽ, പരീക്ഷ പെർഫോമൻസിന് നല്ല പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ 5-10 മാർക്കിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും, 10-15 മാർക്കിന്റെ ഒക്കെ വരെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയാൽ UPSAയിൽ ആ ഉദ്യോഗാർത്ഥി നേടിയ മാർക്ക് 67, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടി 33, 34, 67 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചെയ്തൊരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ 30, 31, 61 മാർക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ UPSAക്കാരനല്ല അല്ലേ, രണ്ട് വിഭാഗവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ കാണുന്നതാണ്. റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ കട്ട് ഓഫ് കുറയുന്നത്, ഉദ്യോഗാർത്ഥികളുടെ നിലവാരത്തിലും എന്തുണ്ട്, അന്തരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ UPSAയുടെ ആ ഒരു ആസ്പിരന്റിന് ഇവിടെ 61 കിട്ടണമെങ്കിൽ അതേ മാർക്ക് ഇവിടെ ആർക്ക് കിട്ടണമെന്നില്ല, ഒരു LPSA ആസ്പിരന്റിന് കിട്ടണമെന്നില്ല. കാരണം LPSA മാത്രം നോക്കുന്ന ആസ്പിരന്റിന് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു ആസ്പിരന്റിന് എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്നില്ല. കാരണം ആ ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് LPSAക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ മാർക്ക് 61 നേടാവുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ സിലബസ് കൃത്യമായിട്ട് വേണ്ടതൊക്കെ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നേടാവുന്ന മാർക്കാണ്. അങ്ങനെ നേടിയവർ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഈ 31 കംപ്ലീറ്റ് ഇവർക്ക് കിട്ടില്ല, ഒരു 2/3 ഭാഗമാക്കി കുറയ്ക്കണം. അതായത് ഒരു 30 എന്നുള്ളത് കണക്കാക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കാണ് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. 30, 20, 50 മാർക്ക്. ഒരു 50 മാർക്ക് എന്നുള്ളത് സ്കോർ ചെയ്യാൻ പറ്റും, മിടുക്കന്മാരായിട്ടുള്ള ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അഥവാ അത് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, അതായത് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ കണ്ട് പേടിച്ചു പോയത് കൊണ്ടുണ്ടായ ടെൻഷൻ കൊണ്ട് സംഭവിച്ചായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 50-ന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉറപ്പായിട്ട് നേടാൻ പറ്റേണ്ട ഒരു പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഓക്കെ, നിങ്ങൾക്ക് നേടാൻ പറ്റാതെ പോയത് ഈ ചോദ്യങ്ങളൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിച്ചാണ്. UPനേക്കാളും വലിയ LP ക്വസ്റ്റ്യൻ ഒന്നൊക്കെ വിചാരിച്ച് പേടിച്ച് കിട്ടാതെ പോയതാണ്.
ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 50-ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കട്ട് ഓഫ് ഒരു 45-50 ആ ഒരു റേഞ്ചിലേക്ക് എത്തും. ഓക്കെ, 50-ന് തൊട്ട് മുകളിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താണ്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് പഠിച്ച ആളുകൾ ഉണ്ടാവും. കാരണം ബാക്കിയുള്ള ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഇവിടെ നിന്നുള്ള മാർക്ക് കിട്ടൂല എന്നുള്ള ഏത് കാലം ഞാൻ നിങ്ങളോട് പറയുന്ന LPSA UPSA ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്ത സമയത്ത്, എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ചെയ്ത സമയത്തേ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹയർ സെക്കൻഡറി ചോദ്യങ്ങൾ വരും, അത് നിങ്ങളുടെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല, നിങ്ങളുടെ 1ാം റാങ്കിനെ പോലും ബാധിക്കില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഉറപ്പ് തന്നതാണ്. കാരണം 1ാം റാങ്കുകാരൻ നേടുന്ന മാർക്ക് പോലും ഈ 10 മാർക്ക് മൈനസ് ചെയ്തിട്ടുള്ള 90 മാർക്കിന്റെ അടുത്ത് പോലും വരില്ല എന്നുള്ളതാണ് സംഭവം. മനസ്സിലായി? അപ്പൊ ബാക്കിയുള്ള ഏരിയ പെർഫെക്റ്റ് ആക്കിയാൽ മതി എന്നുള്ള എത്രയോ തവണ വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഹയർ സെക്കൻഡറി കുത്തി മറയുന്നതിന്റെ 4/1 സമയം മതി ബാക്കിയുള്ള ഏരിയകൾ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ. അത് ഉപദേശം കൃത്യമായി സ്വീകരിച്ച ആളുകൾക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കോഴിക്കോട് മലപ്പുറം ഒരു 45-50 നമുക്ക് ഏകദേശം പറയാൻ പറ്റും, അതിനിടയിൽ ഉള്ള ഒരു മാർക്ക് പറയാൻ പറ്റും. തൊട്ട് മുകളിലോട്ട് കയറിയാലും അത്ഭുതപ്പെടാനില്ല. ദെൻ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, തൃശ്ശൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഒരു 38-44 38 മുതൽ 44 വരെയുള്ള ഒരു റേഞ്ച് നമുക്ക് ചിന്തിക്കാം. ദെൻ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, വയനാട്, ഇടുക്കി ഇവിടെ എല്ലാം കൂടെ ഒരു 30-നും 36-നും ഇടയിലുള്ള ഒരു മാർക്കായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് എൻ്റെ ഒരു ചിന്താഗതി മാത്രമാണ്. ഇതിലും കുറയട്ടെ എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. ഇതിലും മാർക്ക് കുറയട്ടെ എന്നും ഈ മാർക്ക് നേടിയ ആളുകളൊക്കെ അല്ലെ നല്ല റാങ്ക് ലിസ്റ്റിന് മുകളിലോട്ട് പോകട്ടെ എന്നുമാണ് ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ഒരു നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്താണ്, ഇത് മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും കുറച്ചുകൂടെ ആളുകൾ കൂടിയിട്ടുണ്ട്. LPSAയിൽ ഓരോ ജില്ലയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ വർധനവുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കട്ട് ഓഫ് അതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടേണ്ടതാണ്. പക്ഷേ കൂടില്ല, കാരണം പരീക്ഷയുടെ നിലവാരത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് കൂടാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോഴുള്ള ഒരു മത്സര പരീക്ഷാ രംഗത്തെ ഒരു രീതികളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കിട്ടി, നേരത്തെ കിട്ടി, ഈ സിലബസ് കിട്ടി, അതിനുശേഷം ഒരു 4 NCA റിക്രൂട്ട്മെന്റുകൾ നടന്നു. ഇതൊക്കെ എഴുതിയവർ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേരുണ്ടാവും. എഴുതിയില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് പഠിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ഈ ലെവലിൽ വരാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻ പേപ്പറും ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതായത് കഴിഞ്ഞ UPSA കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിനേക്കാളും കൂടിയ ലെവലിലാണ് NCA റിക്രൂട്ട്മെന്റുകൾ 4-5 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ ഈ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതൊക്കെ കണ്ടു പരിചയിച്ച ആളുകൾക്ക്, ആ രീതിയിൽ നല്ല പഠനം നടത്തിയ ആളുകൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ സാധ്യതയില്ല, അധികം കട്ട് ഓഫ് അങ്ങ് താഴോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ട് ഓഫ് പറയുന്നത്. അപ്പം ഏകദേശം ഉള്ള ഒരു സാധനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കട്ട് ഓഫ് വീഡിയോയിൽ അല്ലെ, ഇത് ശരിയായാൽ നിങ്ങളുടെ പൂച്ചണ്ടോ പൂമാലയോ എനിക്ക് വേണ്ട, അതുകൊണ്ട് തന്നെ തെറ്റായാൽ നിങ്ങളുടെ കല്ലേറ് എന്നായിട്ട് ബാധിക്കുകയില്ല എന്നുള്ള വാചകം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അത് നിങ്ങളോടും വീണ്ടും പറയുന്നു. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇനി 2 വിഭാഗമായി ചേർന്ന് കമന്റ് ബോക്സിൽ അടികൂടും ഒന്നും വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്നും. പിന്നെ അധികം കട്ട് ഓഫ് കുറച്ച് കാണിച്ച് വെറുതെ നിങ്ങൾ ആശ്വസിപ്പിച്ച് തന്നിട്ട് കാര്യമില്ല. കട്ട് ഓഫ് 20 ആയിരിക്കും, 10 ആയിരിക്കും, 15 ആയിരിക്കും എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് പ്രതീക്ഷ തന്നാൽ നിങ്ങൾ അതും കാത്തവിടെ ഇരിക്കും. നിങ്ങൾ വേറെ ഒരു ശ്രമവും നടത്തില്ല. നിങ്ങളുടെ മുന്നിലുള്ള LDCയോ അല്ലെ അതൊന്നും ശ്രമിക്കാതെ ഇനി അടുത്ത ഇത് കിട്ടിയായിരിക്കും അല്ലെ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഒരു PSC ആസ്പിരന്റ് ആകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. LPSAക്കും UPSAക്കും ഒക്കെ പഠിച്ച് അത്യാവശ്യം നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് പണിയും കൂടി ഇട്ട് കൊടുത്താലുണ്ടല്ലോ ഈ LDC സുന്ദരമായിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഈ SCRT-നെയാണ് നിങ്ങൾ പഠിച്ചത്. ഈ SCRT-യുടെ തന്നെയാണ് LDCയുടെ GKയിൽ ഒരു 70% വരുന്നത് SCRT എന്നാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള നിങ്ങൾക്ക് അത്യാവശ്യം ബാക്കിയുള്ള ഏരിയകൾ, കേരള ഭരണ സംവിധാനം, പിന്നെ കേരള ഭൂമിശാസ്ത്രം, അതേപോലെ സുപ്രധാന നിയമങ്ങൾ അല്ലെ, ഇങ്ങനെ കുറച്ച് SCRT ഇല്ലാത്ത ഏരിയകളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ മിനുക്കുപണി നടത്തി കഴിഞ്ഞാൽ മറ്റുഘട്ടക്കാർക്ക്, തിരുവനന്തപുരത്തിന്റെ കാര്യമല്ല, കുറച്ച് ദിവസമേ ഉള്ളൂ, ബാക്കിയുള്ള ജില്ലകളിലൊക്കെ പരീക്ഷ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ മെച്ചപ്പെടുത്തി നല്ല ആദ്യ റാങ്കുകൾ നേടാൻ പറ്റും. അതുകൊണ്ട് ഈ പരീക്ഷയെ പറ്റി ഇനി കൂടുതൽ വ്യാകുലപ്പെടാതെ, ഇവിടെ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള ടെൻഷനിൽ ഇരിക്കാതെ, ഇവിടെ എത്തിയിടത്തുനിന്ന് മേലോട്ടേക്ക് കയറി പോകാൻ ശ്രമിക്കുക. നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ട് നല്ലൊരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കയറി പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക. ആ ശ്രമത്തിലൂടെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മുന്നിലുള്ള മറ്റ് ജനറൽ പരീക്ഷകൾ എഴുതാനും പറ്റും, അതൊക്കെ നേടാനും പറ്റും. ആ നേടിയ ലെവലിൽ അത് നേടി കുറച്ചു കാലം വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇനി അടുത്ത തവണത്തെ വരിക, അത് പിടിക്കാനും പറ്റും, അഥവാ ഇവിടെ കിട്ടാതെ പോകുന്നവർക്ക്. ഓക്കെ, അതുകൊണ്ട്
നന്നായി പരീക്ഷ എഴുതി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് LPSA UPSA ബ്ലൂ പ്രിന്റ് വളരെ ഉപകാരമായി എന്നുള്ളത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം മറ്റ് ഏരിയകളിലൊന്നും കാർഡ് കയറി പഠിക്കേണ്ടാത്ത രീതിയിൽ തന്നെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിന്റെ പേര്, ഈ ചാപ്റ്ററിന് 1-2 ചോദ്യങ്ങൾ വരും എന്നൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ മാത്രം ലാസ്റ്റ് ഘട്ടത്തിൽ പഠിച്ചു പോയതാണ്, ഗുണമായിട്ടുണ്ട് എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷം. അപ്പോൾ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഗുണകരമായി മാറുന്നതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അതേപോലെ തന്നെ LDCയുടെ ബ്ലൂ പ്രിന്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, വളരെയധികം ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ആ ചാപ്റ്ററുകളൊക്കെ കാര്യമായിട്ട് പഠിച്ചാൽ ഈ LDC പിടിച്ചെടുക്കാൻ പറ്റും. ആ ഒരു ശ്രമത്തിന് ഇനി തിരികൊളുത്തുക. ഇവിടെ ഇനി ഇങ്ങനെ നടന്നുകൊണ്ട് അല്ലെ എല്ലാ ചാനലിലും കയറി കട്ട് ഓഫ് മാർക്ക് നോക്കി ഇങ്ങനെ ആഴ്ചകൾ മാസങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ.